എയർ ഫ്രയറിൽ നല്ല ചീസി ആയിട്ടുള്ള തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പീറ്റ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. 1 കപ്പ് മൈദയിലേക്ക് ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാമാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ചേർക്കേണ്ട 1/2 ടീസ്പൂൺ ഇറ്റാലിയൻ സ്പൈസസോ അല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒറിഗാനോ ആണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് മേലെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ വയ്ക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിനെ നമുക്ക് 2 പാർട്ടാക്കിയിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. ഇനി പിസ്സ ടോപ്പിങ്ങിനായിട്ട് 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന ചിക്കൻ ടിക്ക മസാലയും 1 ടീസ്പൂൺ മസ്റ്റാർഡ് ഓയിലും നല്ലെണ്ണയും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എയർ ഫ്രയറിലോട്ട് മാറ്റാം. എയർ ഫ്രയറിൽ നന്നായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് വയ്ക്കുക. നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. 185 ഡിഗ്രിയിൽ 7 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും സമയം എടുത്തില്ല. 4 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കാരണം കുഞ്ഞ് പീസായിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടും. ഇനി ടോപ്പിങ്ങിന് വേണ്ടി തന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കും സവാളൊക്കെ അരിഞ്ഞെടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ടോപ്പിങ്ങുള്ള ഐറ്റംസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മൈദമാവ് നോക്കാം. കണ്ടില്ലേ, 2 പീസാക്കി വെച്ചത് ഇപ്പോൾ വീണ്ടും ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അമർത്തിയൊന്നും പ്രസ് ചെയ്യരുതേനെ. മൈദമാവ് തൂയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രസ്റ്റിൻ്റെ തിക്നെസ്സും തിന്ന് എത്ര ആവണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുക. ഞാൻ അത്ര അങ്ങോട്ട് തിക്കായിട്ടുള്ള ക്രസ്റ്റ് അല്ല, കുറച്ച് തിന്നായിട്ടുള്ള ക്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ മൈദമാവ് കുഴയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയും തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിൽ എടുത്ത് അതിനെ നമുക്ക് ടോപ്പിങ്സൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. കാരണം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള ഷേപ്പ് ഉണ്ടാക്കിയിട്ട് മേലേക്ക് പിസ്സ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. പിസ്സ സോസൊക്കെ ഓരോരുത്തരെ കുട്ടികൾക്കാണെങ്കിൽ ഇത്രയും വേണ്ട. അതിന് മേലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടോപ്പിങ്സ് ആയിട്ടുള്ള കുറച്ച് ഒലീവ്സ് ചേർത്തിട്ടുണ്ട്, ക്യാപ്സിക്കും ഒനിയനും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും. പിന്നെ അതിൻ്റെ മേലേക്ക് വീണ്ടും കുറച്ചുകൂടെ ചീസ് ചേർത്തിട്ട് എയർ ഫ്രയറിലോട്ട് മാറ്റുകയാണ്. ഞാൻ പ്രീ ഹീറ്റൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് വെക്കുകയാണ്. നമ്മളിങ്ങനെ എന്നുള്ളതിനകത്തേക്ക് അമർത്തി കഴിഞ്ഞാൽ ഓരോ മോഡിലോട്ട് പോകും. അതിൽ പിസ്സ മോഡിലായിട്ടിട്ടുള്ള 50 മിനിറ്റ്സ് 180 ഡിഗ്രിയിലാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് അത്രയും സമയം എടുത്തില്ല. ഒരു 7 മിനിറ്റ് കൊണ്ട് എൻ്റെ പിസ്സ എല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട്. എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം കേട്ടോ.